1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ഒന്ന് പറഞ്ഞേ, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. ദൈവത്തിൻ്റെ വചനം, 10 കൽപ്പനകൾ, സഭയുടെ കൽപ്പനകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളെയൊക്കെ അനുസരിക്കാതിരിക്കുമ്പോൾ അത് പാപമായിട്ട് മാറുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 13 വചനങ്ങൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. നിയമത്തിൻ്റെ മേൽ നിയമം, ചട്ടത്തിൻ്റെ മേൽ ചട്ടം. കർത്താവിൻ്റെ വചനം നിയമത്തിൻ്റെ മേൽ നിയമമാണ്, ചട്ടത്തിൻ്റെ മേൽ ചട്ടമാണ്. ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ഇവിടെ അല്പം അവിടെ അല്പം, അവർ പുറകോട്ട് പോയി മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ഇവിടെ അല്പം അവിടെ അല്പം, കുറച്ച് പാപം കുറച്ച് പുണ്യം. അങ്ങനെ നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ അല്പം അവിടെ അല്പം, കുറച്ച് പാപം കുറച്ച് പുണ്യം, അങ്ങനെ ഒരു വിശ്വാസ ജീവിതമില്ല. എത്രമാത്രം പുണ്യം ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ജീവിക്കണം. അതാണ് ക്രൈസ്തവ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. അവർ തകരുകയും വലയിൽ അകപ്പെടുകയും തകരുകയും ചെയ്യും. പുറകോട്ട് പോയി മറിഞ്ഞു വീണ് വലയിൽ അകപ്പെടുകയും തകരുകയും ചെയ്യും. ആരുടെ വലയിൽ? ആരുടെ വലയിൽ അകപ്പെടുന്നത്? സാത്താൻ്റെ വലയിൽ. അവർ പുറകോട്ട് പോയി മറിഞ്ഞു വീഴുകയും വലയിൽ അകപ്പെടുകയും തകരുകയും ചെയ്യും. കർത്താവിൻ്റെ വചനങ്ങളും കൽപ്പനകളും നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാൻ, ആ വചനങ്ങൾ സ്വീകരിക്കുവാൻ, ആ വചനമനുസരിച്ച് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള വലിയ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ കൊണ്ടുവരണം. പാപവും പാപത്തിൻ്റെ മോശമായ എല്ലാ വഴികളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്നാപക യോഹന്നാൻ വന്നൊരു ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടുമെന്നാണ് പറയുന്നത്. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിൽ എറിയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഫലം പുറപ്പെടുവിക്കണം. വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സഹോദര സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലൂക്കാസ് സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ, ഫലം തരാത്ത അത്തിവൃക്ഷം. അവൻ ഈ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. യജമാനൻ ഫലമന്വേഷിച്ച് വന്നപ്പോൾ അത്തിവൃക്ഷത്തില് ഫലമില്ല. പലതവണ വന്നപ്പോഴും ഫലമില്ല. യജമാനന് കൃഷിക്കാരന് പറയുക, അത്തിമരം വെട്ടിക്കളയുക. കൃഷിക്കാരൻ പറയുക, നമുക്കൊരിക്കൽ കൂടി ഇതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, ഫലം കിട്ടിയേക്കാം. ഒരിക്കൽ കൂടി ഒരവസരം കൂടി കൊടുക്കാം. ഇതാണ് കൃഷിക്കാരൻ പറയുന്നത് യജമാനനോട്. നമുക്കെല്ലാവർക്കും ദൈവമായ കർത്താവ് വീണ്ടും വീണ്ടും അവസരം നൽകുകയാ.
മാനസാന്തരപ്പെടുവാൻ, പാപം ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുകയാണ്. ഹല്ലേലൂയ. ദൈവം തരുന്ന ഈ അവസരത്തെ നമ്മൾ ഏറ്റെടുക്കണം. പാപത്തിൻ്റെ അഴുക്ക് വഴികൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണം. പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് വചനമനുസരിച്ച് ദൈവകൽപ്പനയനുസരിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പോരാ പോരാ, ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശക്തിയോടെ സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ വലിയ തകർച്ചകൾ കടന്നു വരാൻ സാധ്യതകളുള്ള ചില പാപത്തിൻ്റെ മേഖലകൾ ഞാൻ പൊതുവായിട്ട് പങ്കുവെച്ചു പോവുകയാണ്. 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം, 6-ാം പ്രമാണ ലംഘനം, 5-ാം പ്രമാണം, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്, കർത്താവിൻ്റെ അഭിഷിക്തരുടെ കണ്ണുനീര്, പാവപ്പെട്ടവരെ പീഡിപ്പിക്കുക, കൂലി കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ ഗൗരവമേറിയ പാപങ്ങൾ, അബോർഷൻ ചെയ്യുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങളും തകർച്ചകളും കുടുംബങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും. അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് യേശുക്രിസ്തു വഴി മോചനമുണ്ട്. പാപം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ എല്ലാവിധ തകർച്ചയിൽ നിന്നും യേശു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മോചിപ്പിക്കും, നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലെ 1-ാമത്തെ കൽപ്പന, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന, 1-ാമത്തെ പ്രമാണമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇവിടെയൊക്കെ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഈ തൃശ്ശൂർ ഭാഗത്തും തിരുവനന്തപുരം അങ്ങനെ ഏരിയയിലൊക്കെ ധാരാളം ക്രൈസ്തവർ മന്ത്രവാദം, കുട്ടിച്ചാത്തൻ സേവ, രാഹുകാലം നോക്കുക, ഗുളികാലം നോക്കുക, ജ്യോത്സ്യന്മാരെ കാണുക, പ്രാശികരെ കാണുക, അങ്ങനെ പല കാര്യങ്ങൾക്ക് ക്രൈസ്തവ സഹോദരന്മാരൊക്കെ പോകാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെ തിരുവചനങ്ങൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്തു നീ വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രപ്രയോഗക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദിരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. ജ്യോത്സ്യന്മാരെയും, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശികരെയും സേവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ജ്യോത്സ്യന്മാരെ, പ്രാശികരെ, കൂടോത്രക്കാരെ, ആഭിചാരം ചെയ്യുന്നവരെ, ശുദ്ധം ചെയ്യുന്നവരെ കാണുവാൻ നിന്റെ ദൈവമായ കർത്താവ് അനുവദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് 1-ാം പ്രമാണത്തിന് ലംഘനമാണ്. 1-ാം പ്രമാണം ലംഘിക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ സാത്താൻ്റെ ആധിപത്യം കടന്നു വരികയാണ്. ഏറ്റവും വലിയ പാപമാണ് 1-ാം പ്രമാണ ലംഘനം, അന്യദൈവ ആരാധന. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ തൃശ്ശൂർ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു ഫാമിലി ഒരു കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ കുഞ്ഞിൻ്റെ നടുവിന് ബലമില്ല, ഒരു 5 വയസ്സ് പ്രായം കാണും. നടുവിന് ബലമില്ല, നടക്കത്തില്ല, സംസാരിക്കത്തില്ല, കിടന്ന കിടപ്പിൽ കിടക്കുള്ളൂ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ
ശക്തമായൊരു സന്ദേശം നൽകി. ഈ കുടുംബം ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് എന്താണ് പാപം ചെയ്തത്? സംസാരിച്ചു വന്നപ്പോൾ ആ വന്നിരിക്കുന്ന വ്യക്തിയുടെ വല്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി കുട്ടിച്ചാത്തൻ സേവ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അവിടെ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ കുട്ടിച്ചാത്തനെ സ്ഥാപിച്ച അങ്ങനെ പരിപാടിയൊക്കെ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്തുമാവട്ടെ, ആ മനുഷ്യൻ പറയാണ്, അവരുടെ കുടുംബങ്ങളിൽ എല്ലാം തന്നെ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അത് വലിയ തല, അല്ലെ നടുവയ്യ, അല്ലെ മറ്റു പല വിധത്തിൽ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ അവരെല്ലാം കുടുംബത്തിലുണ്ട്. ഈ വല്യപ്പൻ്റെ എല്ലാ മക്കളുടെ കുടുംബത്തിലും വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. വല്യപ്പൻ കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന വ്യക്തിയായിരുന്നു. ഇത് അപകടകരമായൊരു പോക്ക. ഈ കാലഘട്ടത്തിലും മന്ത്രവാദം, കൂടോത്രം, അഭിചാരം, ശുദ്ധകർമ്മങ്ങള്, ഇങ്ങനെയുള്ള സകല പരിപാടികളുമുണ്ട്. ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരു മാസം മുൻപ് എറണാകുളത്ത് കാക്കനാട് ചെമ്പുമുക്ക് എന്ന സ്ഥലത്ത് നമ്മുടെ കൺവെൻഷൻ നടക്കുക. ആ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം വൈകിട്ട്, അന്ന് പാപത്തിന് ക്ലാസ് കഴിഞ്ഞ ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിരിക്കുന്ന സന്ദേശങ്ങൾ ഞാൻ പങ്കുവയ്ക്കുക. അപ്പോൾ ഇപ്രകാരം കർത്താവ് ഒരു പേര് തന്നു. മിനി എന്നൊരു മകളെ കർത്താവ് തൊടുന്നു. അവളെ എല്ലാവിധ പൈശാചിക ബന്ധങ്ങളിൽ നിന്നും കർത്താവ് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു മെസ്സേജ് ഞാൻ മെസ്സേജ് അനൗൺസ് ചെയ്തു. പിറ്റേ ദിവസം ആ സഹോദരി വികാരിയച്ഛനെ കാണാൻ വന്നു. ഒരു സഞ്ചിക്കകത്ത് കുറേ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ കൊടുക്കുന്ന സാധനം ഇതാണ്. അതായത് അവരന്ന് അവർക്ക് എന്തോ ഒരു കടയുണ്ട്. രാവിലെ കടയിൽ ചെന്ന് കട തുറന്നിട്ട് മേശ വലിപ്പ് പണമിടുന്ന പണപ്പെട്ടി തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ആഞ്ഞു വലിച്ചപ്പോൾ പെട്ടിയുടെ അടിഭാഗത്തു നിന്ന് ഒരു തകിടും ഒരു കട്ടിയുള്ള ഒരു പേപ്പർ കഷ്ണവും താഴെ വീണു. ഞാനത് കണ്ടിരുന്നു. ആ പേപ്പർ കഷ്ണത്തെ 100 കളം തിരിച്ചിട്ട് 100 കളത്തിലും അറബി ലിഖിതങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവളുടെ പേര് മിനി. എന്നിട്ട് ആ ഭാര്യയും ഭർത്താവൂടെ അവരുടെ കടയ്ക്കകത്ത് മുഴുവൻ അവർ പരിശോധന നടത്തിയപ്പോൾ കടയുടെ 4 മൂലയ്ക്കുന്ന ഓരോ കുപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ കുപ്പിയല്ല, ഇച്ചിരി വലിപ്പമുള്ള കുപ്പിയാണ്. ആ കുപ്പിക്കകത്ത് നീളത്തിലുള്ള തകിട്, A4 പേപ്പറിൻ്റെ വലിപ്പം വരും, ചുരുട്ടി വെച്ചിരിക്കുന്ന തകിട്, 4 വലിയ തകിട്. അത് മൊത്തം എന്തൊക്കെയോ കുത്തി നിറച്ചെഴുതിയിട്ടുണ്ട്. ഇവർ ഈ 4 കുപ്പിയും ഈ തകിടും പണപ്പെട്ടിക്ക് അടിയിൽ നിന്ന് വീണ തകിടും ആ പേപ്പർ എഴുതിയതും എല്ലാമായിട്ട് വന്നിരിക്കുകയാണ് വികാരിയച്ഛനടുക്കൽ. അങ്ങനെ ഈ സാധനം ഞങ്ങളെല്ലാവരുടെയും അത് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അത് കൊണ്ട് കളയാനും പറഞ്ഞു. അങ്ങനെ ആ സംഭവം തീർന്നു. ഹല്ലേലൂയ. ഞാനിത് പങ്കുവെച്ചത് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം ഇത് മിനി ചെയ്തതല്ല. മിനിയുടെ കുടുംബത്തിന് വലിയ തകർച്ചയാ, കടബാധ്യതയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുക. ആരാധനയില് കർത്താവ് അവളെ തൊട്ടു. അത്രയും കാലം അവിടെ പണപ്പെട്ടിയിലും കടയ്ക്കകത്തുനിന്ന് ഈ സാധനങ്ങൾ അവളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. ആരാധനയിൽ കർത്താവ് വിടുതൽ കൊടുത്തു. ആ മന്ത്രം ചെയ്ത വസ്തുക്കളെല്ലാം അവര് എടുത്തുകൊണ്ട് വരികയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ക്രൈസ്തവ കുടുംബങ്ങൾ, ക്രൈസ്തവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതുകൂടാതെ ക്രൈസ്തവരായിട്ടുള്ള പെൺകുട്ടികളെ ആകർഷിക്കാൻ ഇങ്ങനെല്ലാം മന്ത്രങ്ങളും പരിപാടികളും കൂടോത്രങ്ങളും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ബിസിനസ്സുകാരും ജോലിക്കാരും എല്ലാവരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിത് വ്യാപകമാണ്. മന്ത്രവാദവും കൂടൂത്രവും ആഭിചാരവും തകിടുകെട്ടും ഏലസ് കെട്ടും ഒക്കെ. എസെക്കേൽ 13:20 മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. മന്ത്രച്ചരടുകൾ അതുപോലെ കഴുത്ത് ഏലസ്, കൈ ഏലസൊക്കെ കെട്ടി നടക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നാം പ്രമാണം ലംഘിച്ചാൽ തലമുറകൾ സാത്താന്റെ അടിമത്വത്തിലാവുകയാണ്. നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ മേഖലയിൽ അനുദപിക്കണം. ആരെങ്കിലുമൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ കുമ്പസാരത്തിൽ അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. ഒരിക്കലും അങ്ങനെ അന്യദൈവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കൂടോത്രമോ ശുദ്ധീകരണം ചെയ്യുകയോ തകിട് കെട്ടുകയോ ഏലസ് കെട്ടുകയോ ഇതിൻ്റെ പിന്നാലെ ക്രൈസ്തവ വിശ്വാസികൾ ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അനേക അനുഭവങ്ങൾ നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ ഒരു പരിപാടിക്ക് പിന്നാലെ നമ്മൾ പോകരുത്. അത് ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനമാണ്. ഒന്നാമത്തെ കൽപ്പനയും 6ാമത്തെ കൽപ്പനയും ലംഘിച്ചിട്ടുണ്ടോ, നിന്റെ കുടുംബത്തിന് തകർച്ച ഉറപ്പാ, നിന്റെ തലമുറകളിൽ തകർച്ച ഉറപ്പാ. 1ാം പ്രമാണവും 6ാം പ്രമാണവും ഏറ്റവും ഗൗരവമേറിയ വലിയ 2 പ്രമാണ ലംഘനങ്ങളായത്. എല്ലാ പാപവും പാപം തന്നെയാണ്, ഇതിന് വളരെ ഗൗരവമുണ്ട്. 1ാം കൽപ്പനയുടെ മേല് തെറ്റുകൾ ചെയ്തിട്ടുള്ളവര് ദൈവസന്നിധിയിൽ അനുദപിക്കണം. കുമ്പസാരത്തില് നിങ്ങളത് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ആ പാപം ഉപേക്ഷിക്കണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.